ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഒരു പാൽ കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഒരു കപ്പ് അളവിൽ കപ്പ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതിന് ശേഷം അത് ഒരു കുക്കറിൽ വേവിക്കാൻ വിടുക. അതിലേക്ക് ആവശ്യമുള്ള അളവിൽ ഉപ്പും ആവശ്യമുള്ള അളവിൽ വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിലെ വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കണം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലെ വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഈ കപ്പ ഒരു ചട്ടിയിലേക്ക് മാറ്റുക. അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതായത് ഇതിന് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചതച്ച് ചേർക്കുക. ഒരു 3 ചെറിയ ഉള്ളി, അതും ചതച്ചാണ് എടുത്തിട്ടിരിക്കുന്നത്. ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചതച്ച് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മുടെ മെയിനായ ഒരു കപ്പ് അളവിൽ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പകുതി തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത ശേഷം നന്നായി യോജിപ്പിച്ചെടുത്ത് കുറച്ച് നേരം തിളയ്ക്കാൻ വിടുക. നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. പാൽ കപ്പ കുറച്ച് ലൂസായിട്ടാണ് എപ്പോഴും ഇരിക്കേണ്ടത്. ഇനി താളിപ്പിന് ആവശ്യമായ സാധനം ചേർക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുക് ചേർക്കുക. ഒരു 1/4 സ്പൂണ് കടുക് ചേർത്താൽ മതിയാകും. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വറ്റൽ മുളക്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് വിളമ്പുക. രുചികരമായ പാൽക്കപ്പ ഇവിടെ റെഡിയായിട്ടുണ്ട്. താങ്ക് യു.